ഞാനീ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയാം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ലൈഫിൽ പല സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഡെസ്പറേറ്റ് ആയി പോകും. അപ്പോൾ നമ്മൾ പവർലെസ് ആവും. അന്നേരമാണ് ഈ മൈൻഡ് ടേക്ക് ഓവർ ചെയ്തിട്ട് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആക്ച്വലി മൈൻഡും നമ്മളും തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ്. വേറെ ഒരു കാര്യം അറിയാം, നമ്മൾ എന്ത് റിപ്പീറ്റഡായിട്ട് പറയുന്നു അത് ചിലപ്പോൾ ഒരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ ലൈഫിൽ മാറാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ ഹൈ ചാൻസ് ആണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് റിപ്പീറ്റഡായിട്ട് നമ്മളോട് പറയുന്നു അത് നമ്മുടെ ബ്രെയിൻ ഒരു റിയാലിറ്റി ആണെന്ന് വിശ്വസിച്ച് പോകും. അപ്പോൾ എന്തുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുവിടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എഫർമേഷൻസ് യൂസ് ചെയ്യാം. എഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, സെൻറ്റൻസസ് റിപ്പീറ്റഡായിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ നമ്മളോട് തന്നെ പറയുക. ഇപ്പം നമ്മുടെ ലൈഫിൽ ഇന്ന കാര്യം നടക്കണമെന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെയെന്ന് അറിയത്തില്ല. അങ്ങനാണെങ്കിൽ നമ്മൾ എന്തുവാണോ നമ്മുടെ ആഗ്രഹം, ഇപ്പോൾ ഒരു ജോബായാലും ശരി, ഒരു വീടായാലും ശരി, അതുമായിട്ട് റിലേറ്റഡ് സെൻറ്റൻസസ് നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് ഫ്രെയിം ചെയ്യുക. ബട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ പ്രസൻറ്റ് ടെൻസ്. അത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്നിൽ നമുക്കത് ബുക്കിൽ എഴുതാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് 1-2 തവണ എഴുതാം, അല്ലെങ്കിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നത് റിപ്പീറ്റ് ചെയ്യാം. ഇത് നമ്മൾ ഡെയിലി ബേസിസ് ചെയ്യുമ്പം പറ്റുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ വിശ്വസിച്ച് പോകും ഇത് സത്യമാണെന്നുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ എന്താണോ ആഗ്രഹം അത് സാധിച്ച് എടുക്കാൻ വേണ്ടിയുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഉള്ളിൽ വന്നു തുടങ്ങും. അതുമാത്രമല്ല, യൂണിവേഴ്സ് നമുക്ക് അതിന് വേണ്ടിയിട്ട് വഴിയും ഒരുക്കി തരും. പിന്നെ നെഗറ്റീവ് എഫർമേഷൻസ് ഉണ്ട്. അത് പലപ്പോഴും നമ്മൾ പോലും അറിയാതെ പറഞ്ഞു പോകുന്നതാണ്. ചിലപ്പോൾ ലൈഫിൽ നമ്മളൊരു മോശപ്പെട്ട സമയത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എത്രയൊക്കെ മോട്ടിവേഷണൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ആശ്വാസവാക്ക് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ പോലും അറിയാൻ നമ്മളൊരു നെഗറ്റീവ് സെൽഫ് ടോക്ക് നടത്തും. അത് നമ്മൾ നടത്തിക്കൂടാ. നമ്മൾ എന്താണോ പറയുന്നത് നമ്മുടെ റിയാലിറ്റി ആയിട്ട് മാറും ഇന്നല്ലേ നാളെ. സോ നല്ല നല്ല കാര്യങ്ങൾ പറയുക, പോസിറ്റീവ് എഫർമേഷൻസ് യൂസ് ചെയ്യുക. ഇനി ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾക്ക് അറിയത്തില്ല, എങ്ങനെയാണ് സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യേണ്ടത് എങ്കിൽ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ എടുക്കാം കേട്ടോ.